ഹായ് ഓൾ 2023-22 വർഷങ്ങളിലെ പ്രമേയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമാണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. 2023 പ്രമേയമാണ് വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ, തണ്ണീർത്തട പുനഃസ്ഥാപനം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനത്തിലെ 2023 പ്രമേയമാണ് വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ, തണ്ണീർത്തട പുനഃസ്ഥാപനം. 2022 തീമാണ് വെറ്റ്ലാൻഡ്സ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ, ജനങ്ങൾക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തട പ്രവർത്തനം. 2022 ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ചുള്ള തീമാണ് വെറ്റ്ലാൻഡ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ, ജനങ്ങൾക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തട പ്രവർത്തനം. ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ LDCക്ക് ആയിക്കോട്ടെ, LPUP ആയിക്കോട്ടെ, LGS എക്സാമിനായിക്കോട്ടെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ റിപ്പീറ്റ് ആയി കേൾക്കുകയോ നോട്ട്സ് എഴുതി വെച്ചോ വേണം പഠിക്കാനായിട്ട്. ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമാണ്. ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. 2023 മാതൃഭാഷാ ദിനത്തിന്റെ തീമാണ് മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ, എ നെസസിറ്റി ടു ട്രാൻസ്ഫോം. ബഹുഭാഷാ വിദ്യാഭ്യാസം, വിദ്യാഭ്യാസത്തെ പരിവർത്തനം ചെയ്യേണ്ടതിന്റെ ആവശ്യകത. ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമാണ്. 2023 തീമാണ് മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ, എ നെസസിറ്റി ടു ട്രാൻസ്ഫോം. ബഹുഭാഷാ വിദ്യാഭ്യാസം, വിദ്യാഭ്യാസത്തെ പരിവർത്തനം ചെയ്യേണ്ടതിന്റെ ആവശ്യകത. 2022 തീം യൂസിംഗ് ടെക്നോളജി ഫോർ മൾട്ടിലിംഗ്വൽ ലേണിംഗ്, ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ബഹുഭാഷാ പഠനത്തിനായി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതും വെല്ലുവിളികളും അവസരങ്ങളും. 2022 മാതൃഭാഷാ ദിന തീമാണ് യൂസിംഗ് ടെക്നോളജി ഫോർ മൾട്ടിലിംഗ്വൽ ലേണിംഗ്, ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമാണ്. ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീയിങ് എന്നുള്ളതാണ് 2023 തീം. ആഗോളക്ഷേമത്തിനായുള്ള ആഗോള ശാസ്ത്രം, ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീയിങ് എന്നുള്ളതായിരുന്നു 2023 ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ തീം. ആഗോളക്ഷേമത്തിനായുള്ള ആഗോള ശാസ്ത്രം. 2022 തീം ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലുമുള്ള ഒരു സംയോജിത സമീപനത്തിലൂടെ സുസ്ഥിരമായ ഭാവി കൈവരിക്കുക. 2022 തീമാണ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലുമുള്ള ഒരു സംയോജിത സമീപനത്തിലൂടെ സുസ്ഥിരമായ ഭാവി കൈവരിക്കുക. ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില എക്സാമിന് ഇംഗ്ലീഷിലായിരിക്കാം ചോദിക്കാം, LDC പോലുള്ള എക്സാമിന് മലയാളത്തിലായിരിക്കാം ചോദിക്കാം. ഏത് രീതിയിൽ, രണ്ട് രീതിയിൽ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റത്തക്ക വിധമാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുള്ളത്. മാർച്ച് 3 ലോക വന്യജീവി ദിനമാണ്. മാർച്ച് 3 ലോക വന്യജീവി ദിനത്തിന്റെ 2023 തീമാണ് പാർട്ണർഷിപ്സ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ, വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം. പാർട്ണർഷിപ്സ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ, വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം. 2022 റിക്കവറിംഗ് കീ സ്പീഷീസ് ഫോർ എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ, ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രധാന ജീവികളെ വീണ്ടെടുക്കൽ. റിക്കവറിംഗ് കീ സ്പീഷീസ് ഫോർ എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ, ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രധാന ജീവികളെ വീണ്ടെടുക്കൽ. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. ഡിജിറ്റൽ ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി, ലിംഗസമത്വത്തിനായുള്ള നവീകരണവും സാങ്കേതിക വിദ്യയും എന്നുള്ളതായിരുന്നു മാർച്ച് 8 2023 തീം. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിലെ 2023 തീമാണ് ഡിജിറ്റൽ ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഈക്വാലിറ്റി, ലിംഗസമത്വത്തിനായുള്ള നവീകരണവും സാങ്കേതിക വിദ്യയും. 2022 തീമായിരുന്നു ജെൻഡർ ഈക്വാലിറ്റി ടുഡേ ഫോർ സസ്റ്റൈനബിൾ ടുമാറോ. ജെൻഡർ ഈക്വാലിറ്റി ടുഡേ ഫോർ എ സസ്റ്റൈനബിൾ ടുമാറോ,
സുസ്ഥിരമായ നാളേക്കായി ഇന്ന് ലിംഗസമത്വം. 2022 തീം ജെൻഡർ ഈക്വാലിറ്റി ടുഡേ ഫോർ എ സസ്റ്റൈനബിൾ ടുമാറോ. സുസ്ഥിരമായ നാളേക്കായി ഇന്ന് ലിംഗസമത്വം. മാർച്ച് 3 ലോക വന്യജീവി ദിനം. 2023 തീം പാർട്ട്ണർഷിപ്പ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം. 2022 തീമായിരുന്നു റിക്കവറിംഗ് കീ സ്പീഷീസ് ഫോർ എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ. ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രധാന ജീവികളെ വീണ്ടെടുക്കൽ. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. 2023 തീം ഡിജിറ്റൽ ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഈക്വാലിറ്റി. ലിംഗസമത്വത്തിനായുള്ള നവീകരണവും സാങ്കേതിക വിദ്യയും. 2022 തീം ജെൻഡർ ഈക്വാലിറ്റി ടുഡേ ഫോർ എ സസ്റ്റൈനബിൾ ടുമാറോ. സുസ്ഥിരമായ നാളേക്കായി ഇന്ന് ലിംഗസമത്വം. മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനം. 2023 തീം എംപവറിംഗ് കൺസ്യൂമേഴ്സ് ത്രൂ ക്ലീൻ എനർജി ട്രാൻസിഷൻസ്. ശുദ്ധമായ ഊർജ പരിവർത്തനത്തിലൂടെ ഉപഭോക്താക്കളെ ശാക്തീകരിക്കുക. മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനമാണ്. 2023 തീം എംപവറിംഗ് കൺസ്യൂമേഴ്സ് ത്രൂ ക്ലീൻ എനർജി ട്രാൻസിഷൻസ്. ശുദ്ധമായ ഊർജ പരിവർത്തനത്തിലൂടെ ഉപഭോക്താക്കളെ ശാക്തീകരിക്കുക. 2022 തീമാണ് ഫെയർ ഡിജിറ്റൽ ഫൈനാൻസ്. 2022 തീം ഫെയർ ഡിജിറ്റൽ ഫൈനാൻസ്. നീതിപൂർവമായ ഡിജിറ്റൽ ധനകാര്യം. 2022 നീതിപൂർവമായ ഡിജിറ്റൽ ധനകാര്യം. 2023 ശുദ്ധമായ ഊർജ പരിവർത്തനത്തിലൂടെ ഉപഭോക്താക്കളെ ശാക്തീകരിക്കുക. മാർച്ച് 21 ലോക വനദിനമാണ്. മാർച്ച് 21 ലോക വനദിനം. 2023 തീമാണ് ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത്. വനങ്ങളും ആരോഗ്യവും. ലോക വനദിനത്തോടനുബന്ധിച്ച് 2023 പ്രമേയമാണ് ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത്. വനങ്ങളും ആരോഗ്യവും. 2022 ഫോറസ്റ്റ് ആൻഡ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. വനങ്ങളും സുസ്ഥിര ഉൽപാദനവും ഉപഭോഗവും. ഫോറസ്റ്റ് ആൻഡ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. വനങ്ങളും സുസ്ഥിര ഉൽപാദനവും ഉപഭോഗവും. മാർച്ച് 22 ലോക ജലദിനം. ആക്സിലറേറ്റിംഗ് ചേഞ്ച് ടു സോൾവ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ക്രൈസിസ്. ജലപ്രതിസന്ധിയും ശുചിത്വ പ്രശ്നവും പരിഹരിക്കുന്നതിനുള്ള മാറ്റം ത്വരിതപ്പെടുത്തുക. ജലപ്രതിസന്ധിയും ശുചിത്വ പ്രശ്നവും പരിഹരിക്കുന്നതിനുള്ള മാറ്റം ത്വരിതപ്പെടുത്തുക എന്നുള്ളതായിരുന്നു 2023 തീം. 2022 ഗ്രൗണ്ട് വാട്ടർ മേക്കിംഗ് ദ ഇൻവിസിബിൾ വിസിബിൾ. ഗ്രൗണ്ട് വാട്ടർ മേക്കിംഗ് ദ ഇൻവിസിബിൾ വിസിബിൾ. ഭൂഗർഭജലം അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്നു. 2022 തീമാണ് ഗ്രൗണ്ട് വാട്ടർ മേക്കിംഗ് ദ ഇൻവിസിബിൾ വിസിബിൾ. ഭൂഗർഭജലം അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്നു. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമാണ്. 2023 തീം ഹെൽത്ത് ഫോർ ഓൾ. എല്ലാവർക്കും ആരോഗ്യം. 2022 തീം അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത്. നമ്മുടെ ഭൂമി നമ്മുടെ ആരോഗ്യം. അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത്. നമ്മുടെ ഭൂമി നമ്മുടെ ആരോഗ്യം. ഏപ്രിൽ 22 ലോക ഭൗമദിനമാണ്. ഏപ്രിൽ 22 ലോക ഭൗമദിനത്തിൽ 2023 തീം ഇൻവെസ്റ്റ് ഇൻ യുവർ പ്ലാനറ്റ് എന്നായിരുന്നു. നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക. 2022 2023 തീം സെയിം ആണ്. ഇൻവെസ്റ്റ് ഇൻ യുവർ പ്ലാനറ്റ്. നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. 2023 തീം ഫ്രം അഗ്രിമെന്റ് ടു ആക്ഷൻ ബിൽഡ് ബാക്ക്. ഉടമ്പടികളിൽ നിന്നും പ്രവർത്തനങ്ങളിലേക്ക് ജൈവ വൈവിധ്യം പുനഃസ്ഥാപിക്കുക. ഫ്രം അഗ്രിമെന്റ് ടു ആക്ഷൻ ബിൽഡ് ബാക്ക്. ഉടമ്പടികളിൽ നിന്നും പ്രവർത്തനങ്ങളിലേക്ക് ജൈവ വൈവിധ്യം പുനഃസ്ഥാപിക്കുക. 2022 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ തീം എല്ലാ ജീവജാലങ്ങൾക്കും പങ്കുവയ്ക്കാൻ ഒരു ഭാവി കെട്ടിപ്പടുക്കുക. ബയോഡൈവേഴ്സിറ്റി 2022 ബിൽഡിംഗ് എ ഷെയർഡ് ഫ്യൂച്ചർ ഫോർ ഓൾ ലൈഫ്. ബിൽഡിംഗ് എ ഷെയർഡ് ഫ്യൂച്ചർ ഫോർ ഓൾ ലൈഫ്. എല്ലാ ജീവജാലങ്ങൾക്കും പങ്കുവയ്ക്കാൻ ഒരു ഭാവി കെട്ടിപ്പടുക്കുക എന്നുള്ളതായിരുന്നു 2022 തീം. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ഗ്രോ ഫുഡ് നോട്ട് ടുബാക്കോ.
പുകയില അല്ല ഭക്ഷണം വളർത്തുക. 2023 തീമാണ് ഗ്രോ ഫുഡ് നോട്ട് ടുബാക്കോ. പുകയില അല്ല ഭക്ഷണം വളർത്തുക. 2022 ലോക ഭൗമദിനത്തിന്റെ തീമാണ് ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. 2023 ഇത് തന്നെയാണ്, ഇൻവെസ്റ്റ് ഇൻ യുവർ പ്ലാനറ്റ്, നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഫ്രം എഗ്രിമെന്റ് ടു ആക്ഷൻ ബിൽഡ് ബാക്ക്. ഉടമ്പടികളിൽ നിന്നും പ്രവർത്തനങ്ങളിലേക്ക് ജൈവ വൈവിധ്യം പുനഃസ്ഥാപിക്കുക. 2022 ബിൽഡിംഗ് എ ഷെയർഡ് ഫ്യൂച്ചർ ഫോർ ഓൾ ലൈഫ്. എല്ലാ ജീവജാലങ്ങൾക്കും പങ്കുവയ്ക്കാൻ ഒരു ഭാവി കെട്ടിപ്പടുക്കുക. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ഗ്രോ ഫുഡ് നോട്ട് ടുബാക്കോ. പുകയില അല്ല ഭക്ഷണം വളർത്തുക. 2022 ടുബാക്കോ ത്രെഡ് ടു അവർ എൻവയോൺമെന്റ്. പുകയില നമ്മുടെ പരിസ്ഥിതിക്ക് ഭീഷണിയാണ്. 2022 തീമായിരുന്നു ടുബാക്കോ ത്രെഡ് ടു അവർ എൻവയോൺമെന്റ്. പുകയില നമ്മുടെ പരിസ്ഥിതിക്ക് ഭീഷണിയാണ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. 2023 തീം സൊല്യൂഷൻ ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 50ാമത് ആനിവേഴ്സറി ആയിരുന്നു ലോക പരിസ്ഥിതി ദിനത്തിന്റെ ജൂൺ 5, 2023. തീം സൊല്യൂഷൻ ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. 2022 ഓൺലി വൺ എർത്ത്, ഒരേ ഒരു ഭൂമി. 2022 തീമാണ് ഓൺലി വൺ എർത്ത്, ഒരേ ഒരു ഭൂമി. ജൂൺ 5, 2023 സൊല്യൂഷൻ ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. 2022 ഓൺലി വൺ എർത്ത്, ഒരേ ഒരു ഭൂമി. ജൂൺ 12 അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം. 2023 തീം സോഷ്യൽ ജസ്റ്റിസ് ഫോർ ഓൾ ആൻഡ് ചൈൽഡ് ലേബർ. എല്ലാവർക്കും സാമൂഹിക നീതി, ബാലവേല അവസാനിപ്പിക്കുക. സോഷ്യൽ ജസ്റ്റിസ് ഫോർ ഓൾ ആൻഡ് ചൈൽഡ് ലേബർ. എല്ലാവർക്കും സാമൂഹിക നീതി, ബാലവേല അവസാനിപ്പിക്കുക. 2022 തീം ബാലവേല അവസാനിപ്പിക്കാൻ സാർവത്രിക സാമൂഹിക സംരക്ഷണം. യൂണിവേഴ്സൽ സോഷ്യൽ പ്രൊട്ടക്ഷൻ ടു എൻഡ് ചൈൽഡ് ലേബർ. 2022 തീമാണ് ബാലവേല അവസാനിപ്പിക്കാൻ സാർവത്രിക സാമൂഹിക സംരക്ഷണം. യൂണിവേഴ്സൽ സോഷ്യൽ പ്രൊട്ടക്ഷൻ ടു എൻഡ് ചൈൽഡ് ലേബർ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ജൂൺ 12 അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം. 2023 തീം സോഷ്യൽ ജസ്റ്റിസ് ഫോർ ഓൾ ആൻഡ് ചൈൽഡ് ലേബർ. എല്ലാവർക്കും സാമൂഹിക നീതി, ബാലവേല അവസാനിപ്പിക്കുക. 2022 യൂണിവേഴ്സൽ സോഷ്യൽ പ്രൊട്ടക്ഷൻ ടു എൻഡ് ചൈൽഡ് ലേബർ. ബാലവേല അവസാനിപ്പിക്കാൻ സാർവത്രിക സാമൂഹിക സംരക്ഷണം. ജൂൺ 14 ലോക രക്തദാന ദിനം. ജൂൺ 14 ലോക രക്തദാന ദിനം. 2023 തീമാണ് ഗീവ് ബ്ലഡ്, ഗീവ് പ്ലാസ്മ, ഷെയർ ലൈഫ്, ഷെയർ. രക്തം നൽകുക, പ്ലാസ്മ നൽകുക, ജീവിതം പങ്കിടുക, ഇടയ്ക്കിടെ പങ്കിടുക. ഗീവ് ബ്ലഡ്, ഗീവ് പ്ലാസ്മ, ഷെയർ ലൈഫ്, ഷെയർ. രക്തം നൽകുക, പ്ലാസ്മ നൽകുക, ജീവിതം പങ്കിടുക, ഇടയ്ക്കിടെ പങ്കിടുക. 2022 തീം നോക്കാം. ഡൊണേറ്റിംഗ് ബ്ലഡ് ഈസ് എൻ ആക്ട് ഓഫ് സോളിഡാരിറ്റി. രക്തദാനം ചെയ്യുന്നത് ഐക്യദാർഢ്യമുള്ള പ്രവൃത്തിയാണ്. പരിശ്രമത്തിൽ പങ്കുചേരൂ, ജീവൻ രക്ഷിക്കൂ. ഡൊണേറ്റിംഗ് ബ്ലഡ് ഈസ് എൻ ആക്ട് ഓഫ് സോളിഡാരിറ്റി. ജൂൺ 21 ഇന്റർനാഷണൽ യോഗ ഡേ ആണ്. ഇന്റർനാഷണൽ യോഗ ഡേ ജൂൺ 21. 2023 തീം യോഗ ഫോർ വസുദൈവ കുടുംബകം. വസുദൈവ കുടുംബകത്തിനു യോഗ. ജൂൺ 21. 2023 യോഗ ഡേയുടെ തീമാണ് യോഗ ഫോർ വസുദൈവ കുടുംബകം. വസുദൈവ കുടുംബകത്തിനു യോഗ. 2022 യോഗ ഫോർ ഹ്യൂമാനിറ്റി. യോഗ മനുഷ്യരാശിക്ക് വേണ്ടി. യോഗ ഫോർ ഹ്യൂമാനിറ്റി 2022 തീമായിരുന്നു യോഗ മനുഷ്യരാശിക്ക് വേണ്ടി. ജൂൺ 23 ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ. 2023 തീം ലെറ്റ്സ് മൂവ്, നമുക്ക് നീങ്ങാം. ജൂൺ 23 ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേയുടെ തീമായിരുന്നു ലെറ്റ്സ് മൂവ്, നമുക്ക് നീങ്ങാം. 2022 ടുഗെദർ ഫോർ എ പീസ്ഫുൾ വേൾഡ്. ഒരുമിച്ച് സമാധാനപരമായ ലോകത്തിനു വേണ്ടി. ടുഗെദർ ഫോർ എ പീസ്ഫുൾ വേൾഡ്. ഒരുമിച്ച് സമാധാനപരമായ ഒരു ലോകത്തിനു വേണ്ടി. ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനമാണ്. ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനം. ഗ്രീൻ സ്കിൽസ് ഫോർ യൂത്ത് ടുവാർഡ്സ് എ സസ്റ്റെയിൻ.
യുവാക്കൾക്കുള്ള ഹരിത കഴിവുകൾ സുസ്ഥിര ലോകത്തേക്ക്. ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനത്തിന്റെ തീമാണ് ഗ്രീൻ സ്കിൽസ് ഫോർ യൂത്ത് ടുവാർഡ്സ് എ സസ്റ്റെയിൻ. യുവാക്കൾക്കുള്ള ഹരിത കഴിവുകൾ സുസ്ഥിര ലോകത്തേക്ക്. 2022 എല്ലാ പ്രായക്കാർക്കും വേണ്ടിയുള്ള ഒരു ലോകം സൃഷ്ടിക്കുക. ക്രിയേറ്റിംഗ് എ വേൾഡ് ഫോർ ഓൾ ഏജസ്.